ഹലോ. അപ്പോൾ ഇനി ഞാനെന്താ കഴിക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചെറു ചൂടുവെള്ളം കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഫിഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫിഗ് 2 കഴിച്ചു കേട്ടോ. നല്ല പാടാണ് കുറച്ചൊന്ന് കടിച്ച് വലിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാട്ടോ. പക്ഷേ ഉപ്പുമാവിൻ്റെ ഗോതമ്പ് ചീത്തയായി പോയി. അപ്പോൾ ഞാൻ മുളപ്പിച്ച പയറുണ്ടായിരുന്നത് എടുത്തിട്ട് ഇതാ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പീനട്ട് ബട്ടർ തീരാനായതാട്ടോ. എന്നാലും സാരില്ല, അതിനകത്തുനിന്ന് ഒരു സ്പൂണൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഒരു സ്പൂൺ പീനട്ട് ബട്ടറും കഴിച്ചു. അത് കഴിഞ്ഞ് ചേച്ചി വന്നപ്പോൾ എനിക്ക് മൈസൂർ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൈസൂർ പാക്കിൻ്റെ ഒരു പീസ് എടുത്ത് അതും കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ച ആയപ്പോഴത്തേക്ക് ഇന്നലത്തെ മീൻകറിയും പിന്നെ ബീട്രൂട്ട് തോരനും പയറ് കറിയും നല്ല കാന്താരിയും ചെറിയുള്ളിയും ഇടിച്ച് അതിനകത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുള്ള ചമ്മന്തി ആട്ടോ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. ഭയങ്കര അടിപൊളി കേട്ടോ. അതിൻ്റെ സ്മെല്ല് തന്നെ കേൾക്കുമ്പോൾ ചോറിനാൻ തോന്നി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പല്ല കൊതി കേട്ടോ വന്നത് ബിരിയാണി തിന്നണത്. അപ്പോൾ ബിരിയാണിയുടെ ഐറ്റംസ് ഒന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചൊരു തക്കാളി സാദം ഉണ്ടാക്കി അതിലെങ്ങോട്ട് എൻ്റെ ആഗ്രഹം തീർക്കാൻ കേട്ടോ. പിന്നെ പെട്ടെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് സവാളയെല്ലാം അരിഞ്ഞ് തക്കാളിയെല്ലാം അരിഞ്ഞിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ തക്കാളി സാദം ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഞാൻ ചേട്ടനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഇത് തൈരും മുട്ടയും വാങ്ങിയിട്ട് വന്നത്. അതിൻ്റെ കോമ്പിനേഷൻ മുട്ട വറുത്തതും തൈരും ഒക്കെ കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ എനിക്കൊരു പേരക്കയും കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ ഞാൻ പേരക്കയും കഴിച്ചു. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന നമ്മുടെ മൈസൂർ പാക്കില്ലായിരുന്നു, അതും അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്കും ഈ തക്കാളി സാദവും തൈരും പിന്നെ നാരങ്ങ അച്ചാറും മുട്ട വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ഇന്ന് രാത്രി കഴിച്ചത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.